അപ്പോൾ എൻ്റെ പൂർവ്വജന്മത്തിൽ തൂങ്ങി മരണം പെട്ടെന്ന് അദ്ദേഹം ചെയ്യുകയാണ് ചെയ്തത്. ആ ജന്മത്തിലെ എൻ്റെ സുഹൃത്തായിരുന്ന 2-3 പേര് എൻ്റെ ഈ ലൊക്കാലിറ്റിക്ക് അടുത്ത് തന്നെ താമസമുണ്ട്. 1988 ഈ സംഭവം നടക്കുന്നത്. ഇവിടെ അടുത്തുള്ള അരീത്തറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്നൊരു രോഗിയെ പുനലൂര് മാനസിക രോഗാശുപത്രി ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. അപാരമായ ശക്തിയാണ് ഈ സ്ത്രീ. അതുകൊണ്ട് ഒരാളെ റൂമിനെ പിടിച്ച് പുറത്താക്കാനൊന്നും വലിയ പ്രശ്നമില്ല. ആ സ്ഥലത്ത് ചെന്നപ്പോൾ പഴയ പോലെ തന്നെ പൊട്ടിച്ചിരിച്ചുകൊണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കൊണ്ടുപോകണ്ടെന്ന്, ഞാൻ കരിഞ്ഞു പോവും, അയാൾ കൃഷ്ണനുമായി ബന്ധപ്പെട്ട ഒരാളാണ്, അതുകൊണ്ട് ആണ് ഞാൻ മാറിയത്. ഒരു ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഏതാണ്ട് 10-12 പേര് ആ ജന്മവുമായി ബന്ധപ്പെട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയെല്ലാം സ്ത്രീകളെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ കാണുന്നതെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ ആ ജന്മത്തിൽ കൂടുതൽ സ്ത്രീജിതനായതുകൊണ്ടാണോ എന്ന് രാക്ഷസ ശക്തി എന്ന് പറയാം. അത്രത്തോളം ശക്തിയുള്ള ആ മനുഷ്യൻ, ആ ആള്. എൻ്റെ അറിവിൽ ചെറിയ പൂർവ്വജന്മത്തെ പറ്റിയുള്ള അറിവുകളൊക്കെ ഉണ്ട്. പക്ഷെ അത് എത്രത്തോളം ശരിയാണ് തെറ്റാണെന്ന് എനിക്കറിയില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാമെന്നല്ലാതെ അതെൻ്റെ ഹലൂസിനേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണോ അല്ലയോ എന്നുള്ള കാര്യം പറയാൻ പറ്റില്ല. എന്തായാലും വ്യക്തികളെ ഹിൻഡ് ചെയ്യാതെ കണ്ട് തന്നെ ആ ഒരു സബ്ജക്റ്റ് ഞാൻ കഴിയുന്നത്ര സത്യസന്ധമായി പറയാം. അപ്പോൾ എൻ്റെ പൂർവ്വജന്മത്തിൽ ഞാനിപ്പോൾ ഓർക്കുന്നവയും എൻ്റെ അനുഭവത്തിൽ എൻ്റെ ചുറ്റും വന്നിട്ടുള്ള ആൾക്കാരെയും ബന്ധപ്പെടുത്തിയാണ് ഞാൻ പറയുന്നത്. അവരിലെ പേരുകൾ നമുക്കത്ര അങ്ങോട്ട് പറയാൻ പറ്റില്ല. അവരുടെ ആരായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് അത്ര കണ്ട് പറയാൻ പറ്റില്ല. അറിയാമെങ്കിൽ പോലും ഞാൻ പറയത്തില്ല. ഇത് ഒന്ന് എനിക്ക് തൊട്ടടുത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 10,000-2000 വർഷം പുറകിൽ ഒരു യൂറോപ്പിലാണ്, പശ്ചിമേഷ്യയുടെ ഭാഗത്താണ് ജന്മം ഉണ്ടായത്. അപ്പോൾ അതിൽ പശ്ചിമേഷ്യയുടെ ഭാഗത്തുണ്ടായ ജന്മത്തിൽ അദ്ദേഹം അന്ന് വധിക്കപ്പെടുകയായിരുന്നു ഉണ്ടായത്. അതായത് ഞാൻ അന്ന് വധിക്കപ്പെടുകയാണ് ഉണ്ടായത്. ആ വധിക്കപ്പെട്ടതിലെ അന്നത്തെ ആൾക്കാർ, അന്ന് അതിനോട് സഹതാപം പ്രകടിപ്പിച്ചവരും അതിന് അനുകൂലിച്ചവരുമായ പലരും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരെ എൻ്റെ അടുത്തും വളരെ ദൂരെയുമായിട്ടൊക്കെ അവരെ ബന്ധപ്പെടാൻ പറ്റിയിട്ടുണ്ട്. ഇതിന് കാരണമായ ആൾ എൻ്റെ കൂടെ കുറേ നാൾ ഗവൺമെൻറ് സർവീസിൽ ഫാർമസിസ്റ്റായിട്ട് മറ്റുമൊക്കെ ജോലി എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിനും ഇൻഡ്യൂഷനും മറ്റുമൊക്കെ കിട്ടിയിട്ട് അദ്ദേഹം ഞാൻ ഇത്തരം ദുർവൃത്തി നടത്തിയവനാണല്ലോ എന്നും പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ 19ാമത്തെ തൂങ്ങി മരണം പെട്ടെന്ന് അദ്ദേഹം ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ പിന്നെ കുറേ പേര്, ഒരാളുടെ ഏതാണ്ട് 16 വയസ്സിൽ തുടങ്ങിയ പ്രതരം എന്ന് പറയുന്ന എക്സസീവ് ബ്ലീഡിങ് ഓഫ് പെണ്ണുങ്ങൾക്കുണ്ടാകുന്ന എക്സസീവ് ബ്ലീഡിങ്, അത് പല ചികിത്സകളും ചെയ്തു. മെഡിക്കൽ കോളേജിലും ആയുർവേദത്തിലുമൊക്കെ ചികിത്സ ചെയ്ത ശേഷം അവസാനം തമാശയ്ക്കെന്ന നിലയിൽ എന്നെ ഒന്ന് കാണിച്ചു കളയാം എന്നും പറഞ്ഞിട്ട് വന്നു. പക്ഷേ ആ കാഴ്ചയും ആ ചികിത്സകളും കൂടി എന്നേക്കുമായി ആ രോഗം മാറുകയാണ് ചെയ്തത്. അത് പൂർവ്വജന്മത്തിലെ ഒരു വ്യക്തിയായിരുന്നു. അവരുടെ പേര്, ആ പൂർവ്വജന്മത്തിലെ പേര് വേണമെങ്കിൽ പറയാം. ഈ ജന്മത്തിലെ പേര് പറയാൻ അവരെ അവഹേളിക്കുവാൻ ആകും എന്ന് ഉള്ളതുകൊണ്ട് പൂർവ്വജന്മത്തിലെ അവരുടെ പേര് മാർത്ത എന്നായിരുന്നു. പിന്നെ ആ ജന്മത്തിലെ എൻ്റെ സുഹൃത്തായിരുന്ന 2-3 പേര് എൻ്റെ ഈ ലൊക്കാലിറ്റിക്ക് അടുത്ത് തന്നെ താമസമുണ്ട്.
വളരെ ദൂര താമസമുണ്ട്. പക്ഷേ എനിക്ക് ഇവരെയൊക്കെ അറിയാമെന്നല്ലാതെ ഞാൻ അവരോട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും അവരെ ഒരു ഹിൻഡ് ചെയ്താൽ അവർക്ക് പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ടായിട്ട് മാറുകയും ഇത് പ്രശ്നങ്ങളുണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ ആ ഒരു ജന്മത്തിലെ ഇത്രയേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കുറേ കാര്യങ്ങൾ എനിക്കറിയാം, പക്ഷേ ഒന്നും പറയാൻ പറ്റുന്നതല്ല. പിന്നെ അതിനു മുമ്പുള്ള ജന്മം എന്ന് പറയുന്നത് ഞാനിവിടെ പ്രാക്ടീസായിട്ടിരിക്കുമ്പോൾ, അതായത് എനിക്ക് തോന്നുന്നു 1988 ഈ സംഭവം നടക്കുന്നത്. ഇവിടെ അടുത്തുള്ള അരീത്തറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നൊരു രോഗിയെ പുനലൂർ മാനസിക രോഗാശുപത്രി ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചികിത്സിച്ചുകൊണ്ടിരിക്കെ കുറവില്ല, ഒരുപാട് ഷോക്ക് കൊടുത്തു. അന്ന് ഷോക്ക് കൊടുക്കുന്ന കാലമാണ്. കുറവില്ല. അവസാനം ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ 4 കിലോമീറ്റർ ഉള്ളിലാണ് ഇവരുടെ വീട്. അവരെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് നമുക്ക് രാജൻ ഡോക്ടറെ ഒന്ന് കാണിക്കാമെന്ന് അവരെ വീട്ടുകാരെല്ലാം കൂടി രോഗികൾക്ക് പറഞ്ഞു. രോഗി അവിടെ മുതൽ വീണ്ടും വലിയ പ്രശ്നമായി. എന്നെ അങ്ങോട്ട് കൊണ്ടുപോകരുത്, ഞാൻ കരിഞ്ഞു പോവും, അത് പ്രശ്നങ്ങളാകും, അതുകൊണ്ട് എന്നെ കൊണ്ടുപോകരുതെന്നും പറഞ്ഞിട്ട് അവർ പെട്ടെന്ന് ഇവർക്ക് അപാരമായ ശക്തിയാണ് ഈ സ്ത്രീക്ക്. അതുകൊണ്ട് ഒരാളെ റൂമിന് പിടിച്ച് പുറത്താക്കാനൊന്നും വലിയ പ്രശ്നമില്ല. അപ്പോൾ എല്ലാവരെയും പിടിച്ച് വലിച്ച് റൂമിന് പുറത്താക്കി റൂം ലോക്ക് ചെയ്യുകയായിരുന്നു. എന്തായാലും എല്ലാവരും കൂടെ ചേർന്ന് ആ റൂം തുറന്നിട്ട് അവരെ ഒരു ജീപ്പ് കൊണ്ടുവന്ന് ജീപ്പിനകത്ത് കയറ്റി. ഇന്നിടത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോഴാണല്ലോ ഈ പ്രശ്നം ഉണ്ടായത്. എന്നാൽ പിന്നെ അങ്ങോട്ട് തന്നെ കൊണ്ടുപോക്കളയാമെന്ന് വിചാരിച്ചിട്ട് അവരെ ജീപ്പിനകത്ത് കെട്ടി. ഇതിൻ്റെ നിങ്ങളിങ്ങോട്ട് വന്നപ്പോൾ കാണും ഒരു ചെറിയ ക്ഷേത്രം വയലിൻ്റെ സൈഡിൽ. അവിടെ കൊണ്ടുവന്നപ്പോഴേക്കും ഇവർ ബോധം കെട്ട് വീണു. എന്നെ അങ്ങോട്ട് തന്നെ കൊണ്ടുപോവുകയാണോ, എന്നെ നശിപ്പിച്ച് അടങ്ങുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവർ ബോധം കെട്ട് വീഴുകയും ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഇവരതിൽ കിടക്കുകയും ചെയ്തു. അവരാ കെട്ടഴിക്കാതെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് അഴിച്ചപ്പോൾ അവരുടെ ഈ ഉണ്ടായിരുന്ന രോഗം, ഭ്രാന്ത് ഇല്ലാതായി. അപ്പോൾ 2 ദിവസം ഇവിടെ കിടക്കട്ടെ, അവർക്കൊന്നുമില്ല, ചുമ്മാ ഒരു വെറും ക്വയറ്റ് നോർമലായ ഒരു സ്ത്രീ. 2 ദിവസം കിടക്കട്ടെ എന്ന് ഞാനും തീരുമാനിച്ചു. ശരി, 2 ദിവസം കിടക്കട്ടെ. 3-ാം ദിവസം ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് അവർ പോകുന്ന വഴി ആ സ്ഥലത്ത് ചെന്നപ്പോൾ വീണ്ടും പൊട്ടിച്ചിരിച്ചുകൊണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നിങ്ങൾക്ക് എന്നെ കൊണ്ടുപോകാൻ പറ്റില്ല, ഞാൻ ഗന്ധർവനാണ്, അയാൾ കൃഷ്ണനുമായി ബന്ധപ്പെട്ട ആളാണ്, അയാളുടെ അടുക്കൽ ചെന്നാൽ ഞാൻ ഇല്ലാതാകും. ഇത് കേട്ടിട്ട് അവർ ഈ 1 കിലോമീറ്റർ അപ്പുറമുള്ള ആ ജംഗ്ഷനിൽ വെച്ചിട്ട് വണ്ടി വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് നീങ്ങുകയും ഉടൻ തന്നെ വീണ്ടും ബോധം കെട്ട് വീണു. ഇവിടെ കൊണ്ടുവന്നു, വീണ്ടും 2 ദിവസം കിടത്തി, അസുഖമൊന്നുമില്ല. 2-ാമത്തെ ദിവസം ഡിസ്ചാർജ് ചെയ്ത് പോയി. ആ സ്ഥലത്ത് ചെന്നപ്പോൾ പഴയ പോലെ തന്നെ പൊട്ടിച്ചിരിച്ചുകൊണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കൊണ്ടുപോകണ്ടെന്ന്, ഞാൻ കരിഞ്ഞു പോവും, അതുകൊണ്ട് അയാൾ കൃഷ്ണനുമായി ബന്ധപ്പെട്ട ഒരാളാണ്, അതുകൊണ്ട് ആണ് ഞാൻ മാറിയത്. വീണ്ടും അവരിവിടെ പിടിച്ചുകൊണ്ട് വന്നപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. ഇവർ ഏതോ ഒരു ശക്തമായ പൊസഷനാണ് ഈ സ്ത്രീയിലുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിലുകൊണ്ട് കളിച്ചാൽ ചിലപ്പോൾ വല്ല ശാപമോ മറ്റോ ഉണ്ടാകാൻ എനിക്ക് എളുപ്പമാണ്. അതുകൊണ്ട് ഞാൻ അവരെ ഒഴിവാക്കുക ചെയ്തത്. നിങ്ങൾ ഇനി ഇവിടെ കിടത്തണ്ട, എവിടെയെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. അവരോട് കൊണ്ടുപോയി. അങ്ങനെയാണ് എൻ്റെ കഴിഞ്ഞ ജന്മം, അതായത് മനസ്സിലായത്. അത് കഴിഞ്ഞ് അപ്പോൾ 2 ജന്മങ്ങൾ ആ പറഞ്ഞ ജന്മത്തിൽ കുറേ വ്യക്തികളെ എനിക്കറിയാം. കുറേ വ്യക്തികളെ എന്ന് പറഞ്ഞാൽ
ഏതാണ്ട് 10-50 പേരെ, 50 പേരിൽ കൂടുതൽ പേരെ എനിക്കറിയാം. കഴിഞ്ഞതിൻ്റെ തൊട്ട് മുമ്പലത്തെ ഈ കൃഷ്ണൻ എന്ന് ആയി ബന്ധപ്പെട്ട ഒരു ജന്മം എന്ന് പറഞ്ഞുവല്ലോ, അന്ന് ഉണ്ടായിരുന്ന ഒരു 10-50 പേരെ എനിക്കറിയാം. അതിനകത്ത് കൂടുതൽ പേര് എൻ്റെ കൂടെ പല ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളവരാണ്. അതിനകത്തെ ഒരു പ്രധാന വ്യക്തി എൻ്റെ കൂടെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. പ്രധാനമായാലും അപ്രധാനമായാലും മറ്റു വ്യക്തികളും ഉണ്ടായിരുന്നു. അതിലെ ഒരു ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഏതാണ്ട് 10-12 പേര് ആ ജന്മവുമായി ബന്ധപ്പെട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റ് പല ക്ലാസ്സുകളിലും 1-2 പേര് കൂടുതൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ഒരു 19 പേര് ആ കൃഷ്ണൻ ആണ് എന്ന് അന്നെനിക്കറിയില്ല ആണെന്ന് ഈ ഗന്ധർവൻ ബാധിച്ച സ്ത്രീ പറയുന്ന ആ ജന്മത്തിലെ ഒരു 10-12 പേര് 19 പേരെ എനിക്ക് 50-ൽ കൂടുതൽ പേരെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ആ കാലത്തുണ്ടായ പ്രത്യേകത. മാത്രമല്ല അതിനകത്തെ കൂടുതലും സ്ത്രീ വ്യക്തികളെയാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. പുരുഷ വ്യക്തികളെ ആ ജന്മത്തിലെ വളരെ കുറച്ചേ കാണാൻ പറ്റിയിട്ടുള്ളൂ. ഒരു 6-7 പേരെ മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം സ്ത്രീകളെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ കാണുന്നതെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ ആ ജന്മത്തിൽ കൂടുതൽ സ്ത്രീജിതനായതുകൊണ്ടാണോ എന്ന് സംശയമുണ്ട്. എന്തായാലും അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. പിന്നെ എൻ്റെ പൂർവജന്മമായി എനിക്ക് തോന്നുന്നത്, കണ്ടിട്ടുള്ളത്, ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട് അവരിന്നാരാണെന്ന് തിരിച്ചറിയുന്നു. അതും എൻ്റെ ക്ലാസ്സിൽ പഠിച്ചത് തന്നെയാണ്. ഇന്നാരാണെന്ന് തിരിച്ചറിയുന്നു. അവർ ആ മൂന്നാമത്തെ ജന്മത്തിൽ അതായത് പുറകിൽ നിന്നെടുത്താൽ ഒന്നാമത്തെ ജന്മം, ആ ഒന്നാമത്തെ ജന്മത്തിൽ അല്ലെങ്കിൽ ബാക്കിൽ നിന്നെടുത്താൽ മൂന്നാമത്തെ ജന്മത്തിൽ അവർ ഒരു വളരെ ലോകം ആദരിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. അവർ തന്നെ രണ്ടാമത്തെ ജന്മത്തിലും ലോകം ആദരിക്കുന്ന സ്ത്രീയായിട്ട് വരികയുണ്ടായി. ആ ജന്മത്തിൽ അവർക്കുണ്ടായ ദുരിതങ്ങൾക്ക് കാരണമായ ആൾ ശക്തിമാനായിരുന്നു. കുറേ 7-10 പേരുടെ അല്ല, അതിൽ കൂടുതൽ അക്കാലത്തെ രാക്ഷസ ശക്തി എന്ന് പറയാം. അത്രത്തോളം ശക്തിയുള്ള ആ മനുഷ്യൻ, ആ ആള് ഇപ്പോഴത്തെ ഈ ജന്മം വന്നപ്പോഴേക്ക് ഈ ജന്മം വന്നപ്പോഴേക്ക് ഒരു പലരായിട്ട് പിരിഞ്ഞാണ്. അതായത് ഈ ക്വാണ്ടം ഫിസിക്സിൽ ക്വാണ്ടം സൂപ്പർ പൊസിഷൻ എന്ന് പറഞ്ഞ് അവർക്കൊരു തിയറിയുണ്ട്. ഞാനിതൊക്കെ പഠിച്ചിട്ടുള്ളതല്ല, പക്ഷേ ഈ വീഡിയോയിലും മറ്റും കണ്ടതാണ്. അപ്പോൾ ഒരു സബാറ്റോമിക് പാർട്ടിക്കിളിന്, അതായത് ആറ്റത്തേക്കാൾ ചെറിയ അതിൻ്റെ ആറ്റത്തിന് കാരണമായ പാർട്ടിക്കിളിന് ഒരേ സമയം പല രൂപത്തിൽ നിൽക്കാൻ കഴിയും. അത് ഇപ്പോൾ ലേറ്റസ്റ്റ് അല്ല, ഐൻസ്റ്റൈൻ്റെ കാലം മുതലേ തെളിയിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ ആളിൻ്റെ ശക്തിയും. പല ആളുകളായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ ആളായിട്ട് നിൽക്കുകയാണ്. അതിൽ കുറേ ആൾക്കാർ മരിച്ചവരുമുണ്ട്, മരിക്കാത്തവരുമുണ്ട്. പിന്നെ അക്കാലത്തുണ്ടായിരുന്ന മറ്റു ചില വ്യക്തികൾ, ഇപ്പോൾ അവരുടെ പേര് പറഞ്ഞാൽ ഇതെല്ലാം വ്യക്തിപരമായി പ്രശ്നങ്ങളുണ്ടാക്കുന്നതായതുകൊണ്ട് നമുക്കിതൊന്നും മനസ്സ് തുറന്ന് പറയാൻ പറ്റില്ല. ഇത്രയും എനിക്ക് പൂർവ്വജന്മങ്ങളെ പറ്റി അറിയാവൂ.